Hello students, angles in the കാര്യം clear ആണെന്ന് തോന്നുന്നു. Here we have theta equal to 0. പിന്നെ 60 degrees വീതം മൂവ് ചെയ്താൽ 60 degrees ഇതൊരു 60 ഡിഗ്രി ആണ്. theta equal to pi by 3 എന്നുള്ള ഒരു ലൈനിലെത്തും. പിന്നെ ഒരു 60 ഡിഗ്രി കൂടെ മൂവ് ചെയ്താൽ theta equal to 2 pi by 3. pi by 3 plus pi by 3. pi by 3 is 60. 2 pi by 3. പിന്നെ ഒരു 2 pi by 3 plus pi by 3. 3 pi by 3. That means 3 pi by 3 എന്ന് പറയുന്നത് theta equal to pi ആണ്. പിന്നെ ഒരു pi by 3. 60 ഡിഗ്രി മൂവ് ചെയ്താൽ ഇവിടെ എത്തും. അത് theta equal to ഇത് 3 pi by 3 ആണ് ആക്ച്വലി. 4 pi by 3 അവിടുന്ന് ഒരു 60 മൂവ് ചെയ്താൽ theta equal to 5 pi by 3. പിന്നെ ഒരു 60 മൂവ് ചെയ്താൽ theta equal to 5 pi by 3 plus pi by 3. 6 pi by 3 that is 2 pi തിരിച്ച് ഇവിടെ എത്തും. theta equal to 0 തന്നെയാണ്. theta equal to 2 pi എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഏത് തീറ്റ വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്കുലർ മൂവ്മെന്റ് ഒന്നോ രണ്ടോ തവണയൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. തീറ്റയെ നമുക്ക് തീറ്റ പ്ലസ് 2n/, എന്ന് എഴുതാം എന്ന് കണ്ടു. തീറ്റ ഈസ് ഇക്വലന്റ് ടു തീറ്റ തന്നെ നമുക്ക് തീറ്റ പ്ലസ് ഓർ മൈനസ് ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ മൂവ് ചെയ്യാം. തീറ്റ പ്ലസ് ഓർ മൈനസ് 2n/, or n equal to 1, 2, etc. ഇങ്ങനെ എഴുതാം എന്ന് കണ്ടു. ഇതാണ് ആംഗിളിലുള്ള ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ. തീറ്റ ഈക്വൽ ടു 0 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്നുകൂടി മൂവ് ചെയ്താൽ തീറ്റ ഈക്വൽ ടു 2 pi ആണ്. 2 വട്ടം മൂവ് ചെയ്താൽ 2 സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. തീറ്റ പ്ലസ് 4 pi ആണ്. 3 വട്ടം മൂവ് ചെയ്താൽ തീറ്റ പ്ലസ് 6 pi ആണ്. അതുപോലെ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യായിരുന്നു. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള റൈറ്റ് ഹാൻഡഡ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് 2 pi ആണ്. 360 ഡിഗ്രി മൂവ് ചെയ്തു, നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ തീറ്റ മൈനസ് 2 pi, തീറ്റ മൈനസ് 4 pi, etc. അങ്ങനെയാണ് നമുക്ക് മൂവ്മെന്റ് കിട്ടുക. നൗ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ദ നെഗറ്റീവ് ഡിസ്റ്റൻസ്. നെഗറ്റീവ് ആംഗിൾ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കണ്ടു. ഈ നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഞാൻ ഗ്രാഫ് പേപ്പറിൽ theta equal to 0, pi by 2, then 3 pi by 2, 2 theta equal to 0 is equivalent to 2 pi അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി 60 ഡിഗ്രി ഇന്റർവെല്ലിൽ ടിക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ്, 30 ഡിഗ്രി ഇന്റർവെല്ലിൽ pi by 6, ഇത് അടുത്ത 30 ഡിഗ്രി കൂടുമ്പോൾ pi by 3 ആയി. അങ്ങനെയും പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കാണാൻ പോവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് പോസിറ്റീവ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇനിഷ്യൽ ലൈൻ തീറ്റ ഈക്വൽ ടു 0യിലെ ഈ 2 ആണ് പോസിറ്റീവ് ഡിസ്റ്റൻസ് 2. തീറ്റ ഈക്വൽ ടു 0യിലെ 2 പോസിറ്റീവ് 2 പ്ലസ് 2 എന്ന് പറയുന്നത് ഇതാണ് തീറ്റ ഈക്വൽ ടു 0യിലെ 2. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0യിലെ മൈനസ് 2 എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? തീറ്റ ഈക്വൽ ടു 0യിലെ മൈനസ് 2 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. തീറ്റ ഈക്വൽ ടു 0 ഈ കാണുന്ന ലൈനാണ്. ഇവിടുത്തെ മൈനസ് 2 തീറ്റ ഈക്വൽ ടു 0യുടെ ലൈനിന്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകണം. തീറ്റ ഈക്വൽ ടു 0യിലെ മൈനസ് 2 എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. തീറ്റ ഈക്വൽ ടു 0 മൈനസ് 2 ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ കൺസിഡർ എ പോയിന്റ് 2, 7 pi by 6. പോസിറ്റീവ് ഡിസ്റ്റൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2, 7 pi by 6 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ആവോ? 2 എന്ന് പറഞ്ഞാൽ r ഈക്വൽ ടു 2ലാണ്, തീറ്റ ഈക്വൽ ടു 7 pi by 6ലാണ്. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉള്ളത് കണ്ടുപിടിക്കുക. r ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സർക്കിൾ ആണ്. തീറ്റ ഈക്വൽ ടു 7 pi by 6 ഈ ലൈനാണ്. തീറ്റ ഈക്വൽ ടു പൈ പ്ലസ് pi by 3യും കൂടെ മൂവ് ചെയ്ത് ഇത് തീറ്റ ഈക്വൽ ടു 7 pi by 6 എന്ന് പറയുന്നത്, ഞാൻ വരച്ചേക്കാം, ഇത് തീറ്റ ഈക്വൽ ടു 7 pi by 6 എന്ന് പറയുന്ന ലൈനാണ്. അതിൽ r ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളുമായിട്ട് മീറ്റ് ചെയ്യുന്നു. r ഈക്വൽ ടു 2 ഈസ് ദ സെക്കൻഡ് സർക്കിൾ. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്ത സ്ഥലം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ പോയിന്റ്. ഈ പോയിന്റ് ആണ് നമ്മളുടെ 2, 7 pi by 6 എന്ന് പറയുന്ന പോയിന്റ്. 2, 7 pi by 6. ഈ 2, 7 pi by 6 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വേറൊരു തരത്തിലും എത്തിപ്പിടിക്കാം. എങ്ങനെയാ? ഈ ലൈനിന്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്. 7 pi by 6ന്റെ ബാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന ലൈൻ. ഞാൻ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് കാണിക്കാം. തീറ്റ ഈക്വൽ ടു pi by 6 എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 7 pi by 6ന്റെ ബാക്കിയാണ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇല്ലായിരുന്നോ? പോസിറ്റീവ് എക്സ് ആക്സിസ് അതിന്റെ ബാലൻസ് ആണ് നെഗറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് വൈ ആക്സിസ് അതിന്റെ ബാലൻസ് ആണ് നെഗറ്റീവ് വൈ ആക്സിസ്. Similarly we have the initial line here.
Then there is a line theta equal to 7 pi by 6. Theta equal to 7 pi by 6. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതിന് ജസ്റ്റ് ബാക്കിയായിട്ടൊരു ലൈൻ വരും. ദാറ്റ് ഇസ് theta equal to pi by 6. Theta equal to pi by 6 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഒറിജിനിൽ തുടങ്ങി ഇങ്ങനെ. അപ്പോൾ അവിടുന്ന് 2 യൂണിറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടുന്ന് 2 യൂണിറ്റ് നെഗറ്റീവ് പുറകോട്ട് മാറിയാൽ മുമ്പോട്ടാണ് തീറ്റ ഈക്വൽ ടു 5 by 6ന്റെ യാത്ര. 2 യൂണിറ്റ് പുറകോട്ട് മാറിയാൽ രണ്ടാമത്തെ സർക്കിളിലെത്തും. 2 യൂണിറ്റ് ഇവിടെ കാണിക്കാം. 2 യൂണിറ്റ് പുറകോട്ട് മാറിയാൽ ഈ ലൈനിൽ നിന്ന് 2 യൂണിറ്റ് പുറകോട്ട് മാറിയാൽ ഈ ലൈനിന്റെ മൂവ്മെന്റ് ഡോട്ടഡ് ലൈൻസ് ആണ് തീറ്റ ഈക്വൽ ടു 5 by 6ന്റെ. 2 യൂണിറ്റ് പുറകോട്ട് മാറിയാൽ ഇങ്ങനെയാണ് മാറുന്നത്. പുറകോട്ട് മാറി തീറ്റ ഈക്വൽ ടു 7 pi by 6ലെ സെയിം പോയിന്റിൽ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ പോയിന്റിന് 2 യൂണിറ്റ് പുറകോട്ട് മാറ്റിയാൽ -2 ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അത് ഏത് ലൈനിലാണ് 2 യൂണിറ്റ് പുറകോട്ട് മാറിയത്? തീറ്റ ഈക്വൽ ടു 7 pi by 6 ആണെങ്കിൽ 2 യൂണിറ്റ് മുമ്പോട്ട് തന്നെയാണ്. തീറ്റ ഈക്വൽ ടു pi by 6ൽ 2 യൂണിറ്റ് മുമ്പോട്ടായിരുന്നെങ്കിൽ ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. പുറകോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് 7 pi by 6ന്റെ പാർട്ടിലേക്ക് എത്തി എന്നാണ്. അപ്പോൾ -2 pi by 6 തീറ്റ ഈക്വൽ ടു pi by 6ൽ 2 യൂണിറ്റ് പുറകോട്ട് മാറിയാൽ തീറ്റ ഈക്വൽ ടു 7 pi by 6ൽ 2 യൂണിറ്റ് മുമ്പോട്ട് മാറുന്നതിന് തുല്യമാണ് എന്നാണ്. ഈ ലൈനിന്റെ ചെരിവ് ഞാൻ വരച്ചതിന്റെ പ്രശ്നമാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയല്ല നമുക്ക് ആ ലൈൻ വേണ്ടത്. ഇതിന്റെ ബാലൻസ് ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു pi by 6 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ ഇരിക്കും. തീറ്റ ഈക്വൽ ടു pi by 6 ജസ്റ്റ് തീറ്റ ഈക്വൽ ടു 7 pi by 6ന്റെ ബാലൻസ് ആയിട്ട് വേണം അതിനെ കാണാൻ. അത് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നതല്ല, അതിൻ്റെ ഒരു എറർ വന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ തീറ്റ ഈക്വൽ ടു pi by 6 എന്ന് പറയുന്ന ലൈനെ ഇവിടെ മാർക്ക് ചെയ്യാം. തീറ്റ ഈക്വൽ ടു pi by 6 ഇസ് ദിസ് ലൈൻ. അപ്പോൾ അങ്ങനെ നമുക്ക് പോളാറിൽ നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്നൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആംഗിളിന് തന്നെ പല വേരിയേഷൻ ഉണ്ട്. ഡിസ്റ്റൻസിനും നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് പോയിന്റ്സിന്റെ ഇക്വലന്റ് ഫോംസ് കണ്ടുപിടിക്കാൻ ഉണ്ട്. ആംഗിൾ മാറ്റി ഡയറക്ഷൻ മാറ്റിയൊക്കെ പോയിന്റ്സിന്റെ ഇക്വലന്റ് ഫോംസ്. ഒരു പോയിന്റിന്റെ പല ഫോം. കാർട്ടീഷ്യനിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇവിടെ ഒരു പോയിന്റ് 2, 3 എന്ന് പറഞ്ഞാൽ 1, 2, 2, 3 y ആക്സിസിൽ 1, 2, 3 നമ്മൾ മാർക്ക് ചെയ്യുന്നു. 2, 3 അങ്ങനെ ഒരു യൂണീക്ക് റെപ്രസെന്റേഷനേ ഉള്ളൂ. ഇവിടെ പലവട്ടം കറങ്ങി ആ പോയിന്റിൽ തന്നെ നമുക്ക് എത്താമെന്ന് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ 2, 0 r ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 0. അത് 2, 0 എന്ന് എഴുതാം. ഒരു വട്ടം കൂടെ കറങ്ങിയിട്ട് വന്നാലും 2, 0യിൽ നിന്ന് തീറ്റ ഈക്വൽ ടു 0യിൽ ഒരു വട്ടം കൊണ്ട് 2 പൈയും കൂടെ കറങ്ങിയാലും അവിടെ തന്നെ ചെല്ലും. അപ്പോൾ 2, 2 പൈ എന്ന് അതിന് എഴുതാം. 2, 4 പൈ എന്ന് എഴുതാം. അപ്പം അങ്ങനെ റെപ്രസെന്റേഷൻസ് പലതുണ്ട്. നെഗറ്റീവ് ഡയറക്ഷനിൽ കറങ്ങാം. 2 - 2 പൈ എന്ന് എഴുതാം. 2 - 4 പൈ എന്ന് എഴുതാം. ഓർഡേഡ് ബൈസ് ആണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വേരിയേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് അബൌട്ട് നെഗറ്റീവ് ഡിസ്റ്റൻസ്. അപ്പോൾ വേരിയേഷൻസ് ഓഫ് ആംഗിൾസും വേരിയേഷൻ ഓഫ് ഡിസ്റ്റൻസും പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻ. ആംഗിളിനും നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു. തീറ്റ + 2 പൈ തീറ്റ - 2 പൈ ഒരേ പോയിന്റിൽ എത്തിക്കും എന്ന് നമ്മൾ കണ്ടു. നെഗറ്റീവ് ആംഗിൾസും നെഗറ്റീവ് ഡിസ്റ്റൻസസിനെ പറ്റി ഒരു കൺസെപ്റ്റ് മനസ്സിലായിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കത് വെച്ച് പോയിന്റ്സിന്റെ വേരിയസ് ഫോംസ് ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അത്തരം പ്രോബ്ലംസിലേക്ക് നമുക്ക് ഉടൻ തന്നെ വരാം. താങ്ക് യു.